എന്റെ അമ്മേ. അതെ, ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ. ജോസ് എന്നാണ് പേര്? അല്ല, 12-ാം വയസ്സിൽ ഒളിച്ചോടിപ്പോ ഒരു ചേട്ടൻ എനിക്കുണ്ടായിരുന്നേ. ഇപ്പൊ ഏതാണ്ട് ഈ പ്രായം കാണും. ആ ചേട്ടനാണോ ഈ ചേട്ടനെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്തൊന്നും പറയാത്തത്? ഭക്ഷണകാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ മാത്രമേ വാ തുറക്കൊള്ളുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കൂടി പറയൂ. ഉച്ചയ്ക്ക് ചോറ് അവിടെ കിട്ടും. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല കേട്ടോ. ഇതെന്റെ ജോസേട്ടനാണോന്ന്. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി ഞാൻ അങ്ങനെ കണ്ടുപോയി. ഇന്ന് മുതൽ ഇതാണ് എന്റെ ജോസേട്ടൻ. അല്ല, എവിടെ പോണു? ഒരു പണി കിട്ടുമോ നോക്കണം. പിന്നെ പണിയിട്ടം ബെസ്റ്റ് നാടല്ലേ ഇത്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണിയിട്ടണതാ ജോലി. ഇവിടെ ജീവിക്കാൻ തന്നെ ജോലിയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ ജോലി എടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആകുമ്പോ അമ്മച്ചി വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ല. എന്നെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. മോനായി പോയില്ലേ? ഒരഡ്ജസ്റ്റ്മെന്റിൽ മുട്ട കടിച്ചിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ? ജോസേട്ടൻ എല്ലാവർക്കും ഇഷ്ടാവും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും. ജോസേട്ടാ വാ. വാ ജോസേട്ടാ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ അന്വേഷിക്കണു. നീ എന്തൊക്കെ പറഞ്ഞാലും ഊരും പേരും അറിയാത്ത ഒരാളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല. അയാളിപ്പോ ഇട്ടിച്ചന്റെ മക്കളെ മുഴുവൻ തോപ്പിക്കുമെന്ന് പറഞ്ഞാലും വേണ്ട. അപ്പൊ ഞാനിവിടെ തല്ലുകൊണ്ട് ചാവുന്നതിന് ആർക്കും ഒരു വിഷമമില്ല. ധൈര്യമില്ലാത്ത എനിക്ക് ധൈര്യമുള്ള ഒരാളെ ദൈവമായിട്ട് കിണറ്റിലിട്ട് തന്നതാ. എന്നിട്ട് നിങ്ങൾ അത് കണ്ടില്ല നടിക്കരുത്. എടാ, ഇവിടെ 2 പെങ്കൊച്ചുങ്ങൾ ഉള്ളതാ. അതിനെന്താ? വന്നിരിക്കുന്ന അന്യനൊന്നുമല്ലല്ലോ. പാതിരാത്രി സ്വന്തം വീട് തേടി വന്നപ്പോ പതക്കോ എന്ന് പറഞ്ഞ് കിണറ്റിൽ വീണു. വലിച്ച് കരപ്പേക്കേറ്റി ഇട്ടപ്പോ വ്യത്യസ്തനായ ആ മനുഷ്യനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ഞെട്ടിപ്പിക്കുന്ന നഗ്ന സത്യ ഞാൻ വഴിയിൽ വെച്ചറിഞ്ഞത്. നീ എന്തൊക്കെ പറയുന്നേ? അപ്പനും അമ്മച്ചിയും ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. 18 കൊല്ലം മുമ്പ് ഒളിച്ചോടിപ്പോയ എന്റെ ജോസേട്ടനത്. എന്റെ ജോസേട്ടൻ. പണ്ടും ജോസേട്ടൻ ആ പാത്രത്തിന്റെ ഊട്ടേ കൂടി സൂര്യനെ നോക്കായിരുന്നു. മോനെ, നീ ഞങ്ങളുടെ ജോസ്മോനാണോ? ശരിയായിട്ടുള്ള ഓർമ്മശക്തിയോ ബുദ്ധിയൊന്നും ഇപ്പൊ ഇല്ല. എങ്ങനെയോ തിരിച്ചു വന്നു. കൂടുതലൊന്നും ചോദിക്കല്ലേ, പിണങ്ങിറങ്ങി പോട്ടോ. സുഖമില്ലാത്ത കുട്ടിയത്. ജോസിന്റെ വലത് കൈമുട്ടിന് മുകളിലായിട്ട് ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. ഒന്ന് കാണട്ടെ. എന്തോ അപകടം പറ്റി ഓപ്പറേറ്റ് ചെയ്തപ്പോ കയ്യിലെ കാക്കപ്പുള്ളിയൊക്കെ പോയി. പക്ഷെ ജോസ് എന്ന പുള്ളി ഇത് തന്നെയാ. അമ്മച്ചി, ചായക്കടയിൽ പോണ വഴി പണ്ട് സ്കൂളിൽ പോകുമ്പോ എന്നെ ചേർത്ത് പിടിക്കണമല്ലേ പിടിച്ചിട്ട്, സോളൂട്ടാ നിനക്ക് സുഖമല്ലേടാന്ന്. എന്റെ നെഞ്ചൊന്ന് മിന്നി അമ്മച്ചി. മോനെ, നീ ഞങ്ങളുടെ ജോസ്മൻ തന്നെയാണോ? എന്റെ ജോസ്മോനെ ടച്ച് ചെയ്യാതെ കരഞ്ഞോളൂ അമ്മച്ചി. ദേഹം മുഴുവൻ അഴുക്ക. ജോസേട്ടാ, ജോസേട്ടാ, ഇവിടെ ചാരി അമ്മച്ചി. അതേടെ മക്കളെ, വന്നല്ലോടാ നമ്മുടെ പൊന്നേട്ടൻ. മക്കളെ വാ. പരസ്യമായിട്ട് നമ്മുടെ പിള്ളേരെ തല്ലി ചതച്ചിട്ടും അപ്പച്ചൻ എങ്ങനെയാ അടങ്ങിയിരിക്കാൻ കഴിയുന്നേ? മോനെ ജോണിക്കുട്ടി, ഈ തല്ല് കൊടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പാടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളൊരു സാധനമല്ല. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും കിട്ടാനുള്ള ഒരു സാധനം കൂടിയാണ്. അത് നിന്റെ അനുജന്മാര് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി. എന്നാലും എന്റെ അളിയ, പിള്ളേരെ തല്ലി ചതച്ചതോ പോട്ടെ, ഇവന്റെ ഡിക്കിയിൽ ഇവരെ തിളച്ച വെള്ളം ഒഴിച്ചില്ലയോ? ആരും അറിയണ്ട ഇവന്റെ മാരേജ് ലൈഫ് ഇനി എന്തോ ആകും. വന്നിരിക്കുന്നവൻ ആ കുഞ്ഞാടിന്റെ ചോരയല്ലേ, പകയുണ്ടാവും. ചെറുപ്പത്തിലെ അവൻ കുഴപ്പക്കാരനായിരുന്നു, സൂക്ഷിക്കണം. ആ സമയത്ത് ഞാനില്ലാതെ പോയതാ കഷ്ടായി പോയത്. ഭാഗ്യമായി പോയെന്ന് പറ, ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും കിട്ടിയേനെ. അമ്മയുടെ ആങ്ങളെയാണെന്ന് ഞാൻ നോക്കില്ല. അടങ്ങ് നീയും കൂടി തോറ്റാ നമ്മുടെ മാനം പോവും. മക്കളെ അക്രമത്തിന് വിടുമ്പോഴും അവരുടെ എണ്ണം കുറയാതെ നോക്കേണ്ടത് ഒരു അപ്പന്റെ കടമയാ. അതുകൊണ്ട് പറഞ്ഞതാ. കേട്ടിടത്തോളം വന്നിരിക്കുന്നവൻ ഒരു സാത്താന്റെ ജന്മമാ.
കർത്താവേ, കാലമാടൻ എരയെ പൊക്കി. ഡാ, ഡാ, വെക്കടാ അവിടെ. വൃത്തികെട്ടവനെ, തനിക്ക് അങ്ങനെ തോന്നിയിടോ? എന്താ കാര്യം? ഞാൻ പറയുമ്പോ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. ഇപ്പൊ കണ്ടോ, ഇയാളും സിസ്റ്റർ കയറി പിടിച്ചു. ഈ സോളമേട്ടൻ എന്താ? ഞാൻ വീണപ്പോ ജോസേട്ടൻ എന്നെ പിടിച്ചെഴുന്നേപ്പിച്ചതാ. നിനക്ക് അങ്ങനെ തോന്നൂ? ഇടി, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നീ ആരാ? ഞാനൊരു അയൽക്കാരൻ, എനിക്കൊന്നും കണ്ടെക്കാൻ പറ്റില്ല. ഇവനെന്തോ മാനസിക രോഗമാണെന്ന് തോന്നുന്നു. മാനസിക രോഗോ? അത് ഇയാൾക്ക്. ഇയാളെ ഇവിടുന്ന് പുകച്ച് പുറത്തിയടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. മര്യാദക്ക് ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ തീവിക്കും. അമ്മച്ചാണ് സത്യം, ഞാൻ ഈ വീട്ടിൽ തീവിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇറങ്ങ. പറക്കോ, മരണവന് കേൾക്കുന്നുണ്ടല്ലോ. ആരാ പോയത്? പരത്തിപ്പാലയിലെ പൗലോസിന്റെ അപ്പനോ അതോ വണ്ടി ഇടിച്ചെന്ന ലിൻഡോ? ആരായാലും നമുക്കൊരു പറ്റിയല്ലോ. നീ വേഗം വീട്ടിലേക്ക് ഇല്ലേ? നിന്റെ മോൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി കല്ലോട്ടാങ്കുഴിലൊന്ന് വീണു. ആലങ്ങാട്ട് ഇട്ടിച്ച മോനാളി പള്ളിക്ക് പൊന്നും കുരിശു കൊണ്ടുവരുമെന്ന് ചോദിച്ചില്ലേ? ദാ. അച്ചോ, ദേ. ഈ ഇടവക്കാരുടെ മുമ്പിൽ ചിട്ടിച്ചൻ വാക്ക് പറഞ്ഞതാ. ഇനി മേരിയ മര്യാദക്ക് ഇവന് കെട്ടിച്ചു കൊടുക്കണം. നീ പേടിക്കണടാ, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ഇവിടെ പൊക്കിയെടുത്ത് നിന്നെ കൊണ്ട് കെട്ടിക്കും. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് പള്ളിയാണ്. എന്നാ പിന്നെ പള്ളിക്കൂടത്തിൽ പോയി പറഞ്ഞാൽ മതി. ഒരാൾ വന്നിരിക്കണം പൊക്കിയെടുക്കാൻ. അങ്ങനെ ബോഡി ടച്ചിങ്ങൊന്നും വേണ്ട, ഞാനിവിടെ പൊക്കിയെടുക്കും. ഇപ്പൊ ഇവൻ ഇടവക്കാരുടെ മുന്നിൽ ദൈവത്തിന്റെ കുഞ്ഞാടാ. അച്ചോ, ഓ, കുഞ്ഞാടല്ല, ലിറ്റിൽ ലാമ്പ് അഥവാ ലിറ്റിൽ ഷീപ്പ്. ഇട്ടിച്ച ഇവരെ എഴുന്നള്ളിച്ചോണ്ട് പൊക്കോന്നേ. ആരും എന്നെ തടയരുത്. പ്ലസ് നാട്, കാക്കനാട്. പത്ത പ്ലസ് നംതി പ്ലസ് ട, പത്തനംതിട്ട. ആ അവിടെ സോളമൻ. കുഞ്ഞാട്